തിങ്കിങ് ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ളൊരു തിങ്കിങ് ആയിട്ട് ഒരാളല്ല. ഓക്കെ, ഇപ്പം മറ്റു പല കാര്യങ്ങളും എനിക്ക് ലേഡീസിൻ്റെതായ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കറിയാം. മാസ്റ്റർ മാനിപ്പുലേറ്റർ, അതാണ് കറക്റ്റ് വേർഡ്. റോബിൻ ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരാളാണ്. ആ ഭാര്യ ചിലപ്പോൾ അതിൻ്റെ ഒരു കെണിയിൽ പെട്ട് കിടക്കുന്ന കുട്ടി ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് അതിനെ ഇതിനകത്തോട്ട് വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ല. അയാളുടെ ഒരു വ്യക്തിത്വ വൈകല്യം തന്നെയാ. ഈ റോബിൻ വിഷയമുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ 1-2 ദിവസം കൊണ്ട് ഈ ഇൻ്റർവ്യൂ കട്ടിങ്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. സത്യം പറഞ്ഞാൽ സമാധാനമായി എന്ന് തന്നെ പറയാം. പക്ഷെ ഇതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന തോതിൽ ഈ റോബിൻ്റെ കാശ് വിഷയമാണല്ലോ മെയിനായിട്ടുണ്ടായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയായി മാറിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ആരതിപ്പൊടി വന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആരതിപ്പൊടിയെ കൂടി അതിലേക്ക് വലിച്ചിട്ട ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ രീതിയിൽ ഈ കാശ് കൊടുത്തവർ തന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആരതിപ്പൊടിയുടെ പേരും ആ ഒരു തരത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതിലേക്ക് വലിച്ചിടാൻ നോക്കിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആരതിപ്പൊടിയുടെ പേര് എങ്ങനെ വന്നു എന്നുള്ള ആ ഒരു ചോദ്യം. കാരണം എന്ന് പറയുന്നത് റോബിനാണ് കാശ് വാങ്ങിച്ചു എന്നുള്ള തരത്തിൽ പറയുന്നത്, റോബിനാണ് കാശ് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ ആരതിപ്പൊടിയും കൂടി വലിച്ചിട്ടിട്ട് അത് പോട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി റോബിൻ ആരതിപ്പൊടിയെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റോബിൻ ആരതിപ്പൊടിയെ കുടുക്കി വെച്ചിരിക്കുകയാണ്, പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഈ പറയുന്ന തോതിൽ ഇവർ തന്നെ പറയുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിലെ വോയിസ് നമ്മൾ കേട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യം നമ്മൾ കേട്ടാണ്. അതായത് റോബിൻ ആരതിപ്പൊടി എന്തോ അങ്ങ് ഒരുമാതിരി പെടുത്തി വെച്ചിരിക്കുകയാണ്, മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരതിയെ ആ ഒരു തരത്തിൽ ഇതാക്കി വെച്ചിരിക്കുകയാണ്. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്ദേശം എന്തായിരുന്നു? കാശ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു, അതല്ല ഈ റോബിനെയും ആരതിപ്പൊടിയും രണ്ടാക്കുക എന്നുള്ളതായിരുന്നു? അതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയും. ഇനി അത് നടപ്പാവത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണോ ഈ പരിപാടി ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു പരിപാടി അങ്ങ് നിർത്താമെന്ന് തീരുമാനിച്ചത്? അല്ല, അറിയാൻ വയ്യ, നിർത്തിയില്ലേ അറിയാൻ വയ്യ, അത് വേറൊരു കാര്യം. പക്ഷെ അതാണോ കാര്യം എന്ന് പറയുന്നത്? കാരണം എന്ന് പറയുന്നത് ഈ ആരതി വിഷയം ശരിക്കും പറഞ്ഞാൽ, ആരതി റോബിൻ വിഷയം ശരിക്കും പറഞ്ഞാൽ ആരതി എന്തായാലും റോബിനെ ആ ഒരു തരത്തിൽ കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുറേ പേര് ഈ പറയുന്ന രീതിയിൽ അയ്യോ ആരതി റോബിനെ അടിച്ച് പിരിഞ്ഞ അതാണ് ഇതാണ് ചക്കയാണ് ചുണ്ണാമ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം തള്ളുകൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടായി കുടുംബങ്ങൾ, അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആരതിയുടെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്റുകളായ കാര്യങ്ങളൊക്കെ ആയാൽ തന്നെയും റോബിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയാലും ആരതി ഇപ്പോഴും റോബിനോട് അത്രയ്ക്കും ഇതായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ചില കാര്യങ്ങളൊക്കെ തന്നെ ആരതി ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പറയുന്ന വ്യക്തികൾ, അതായത് ആരതിയെ റോബിൻ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആരതിയെ എന്താ പറയുക ഇങ്ങനെ കുടുക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? അല്ല, ഞാൻ ചോദിക്കില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ? ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒരുപാട് കാണത്തില്ലേ? അതൊക്കെ ഈ പറയുന്ന തോതിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ തന്നെ അതിൽ പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഇവരുടെ കൂടെ ആയിരുന്നോ ഇവർ ഈ പറയുന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും ഇവരുടെ തൊട്ട് ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണോ ഈ പറയുന്ന വ്യക്തികളെന്ന് പറയാം? അതായത് റോബിൻ ആരതി അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ തരത്തിൽ പറയാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ, അല്ല, ആരതി എന്ന് പറയുന്നത് കൊച്ചുകുട്ടി ഒന്നും അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആരതി പക്വതയും ആ ഒരു രീതിയിലുള്ള പ്രായമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. ആ ഒരു തരത്തിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഇങ്ങനെ കുടുക്കി ഇതാക്കി വെച്ചേക്കുക എന്നൊക്കെ പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആരതി എന്ന് പറയുന്ന വ്യക്തി റോബിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആരതി റോബിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതെന്ന് പറയുന്ന ആ ഒരു തരത്തിൽ. ഇനി എന്തൊക്കെ തന്നെ ആയാലും അതിൻ്റെ ഇടയിൽ കൂടി ആരതിയും കൂടി ഇതിൻ്റെ ഇടയിലോട്ട് ഈ ഒരു വിഷയത്തിൽ ആരതിയെ വലിച്ചിടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, ആരതിയാണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്? അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഈ പറയുന്ന വിഷയം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടാണല്ലോ ഈ പറയുന്ന രീതിയിൽ ഒരു നാറ്റക്കേസായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, റോബിൻ, അതിൻ്റെ ഇടയിൽ ആരതി, ഈ വിഷയങ്ങൾ റോബിൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരാനുള്ള ഉത്തരവാദിത്തം റോബിനുണ്ട്, അത് 100% ശരിയായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതിൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പല ഇൻ്റർവ്യൂസ്, പത്രസമ്മേളനം, അതോടൊപ്പം തന്നെ റോബിനെ എക്സ്പോസ് ചെയ്യുന്നു, അതാണ് ഇതാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയായിരുന്നു. നിയമപരമായിട്ട് പോവേണ്ട ഒരു കാര്യത്തെ ഈ ഒരു തരത്തിൽ വളഞ്ഞു കുത്തി മൂക്കി പിടിക്കുന്ന തരത്തിലോട്ട് ആക്കി തീർത്ത് അത് റോബിനെ അങ്ങേയറ്റം ചളിവാരി എറിയുന്ന തരത്തിലോട്ട് നാറ്റക്കേസാക്കി മാറ്റി ഈ പറയുന്ന രീതി അതിൻ്റെ ഇടയിലോട്ട് ആരതിയും കൂടെ കൊണ്ടുവന്ന് ഇനി ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ആക്കാനായിട്ട് നോക്കുന്ന തരത്തിലോട്ടായിരുന്നു ഈ പറയുന്ന രീതിയിലുള്ള ഇവരുടെ ഈ സംസാരങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് സംശയിച്ചാലും തെറ്റില്ല എന്ന് പറയേണ്ടി വരും ഇവിടെ. കാരണം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂവിലെ ഓരോ സംസാര രീതികളെന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ഇത് ഡയറക്റ്റായിട്ട് നിയമപരമായിട്ട് നീങ്ങിയ എന്താണ്? നിങ്ങളുടെ കാശ് റോബിൻ തിരിച്ച് തരത്തില്ലേ? അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് നിങ്ങളുടെ കയ്യിലില്ലേ? ശരിക്കും പറഞ്ഞാൽ റോബിൻ്റെ ഇത് വാങ്ങാനായിട്ടുള്ള അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഓരോ ഇൻ്റർവ്യൂസ്, ഓരോ ചാനലുകളിൽ ചെന്നിട്ടും ഓരോ ഇൻ്റർവ്യൂവിലും വീണ്ടും വീണ്ടും വോയിസ് എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നത് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. സത്യം പറയാം, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പൈസ വിഷയം
ആരതി റോബിൻ വിഷയം, അങ്ങനെ പല തട്ടാണ് ഇതിൽ. ആരതി വിഷയത്തിൽ ശരിക്കും ആരതി റോബിൻ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ അത്ര ഇതായിട്ട് നടന്നില്ല. കാരണം ആരതി ഇപ്പോൾ അങ്ങ് രണ്ടും രണ്ടായി, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം ചർച്ചകളൊക്കെ തന്നെ ആയിരുന്നു. റോബിൻ ആരതിയെ മാനിപ്പുലേറ്റ് ചെയ്ത് അതാക്കി വെച്ചിരിക്കുകയാണ്, ഈ പറയുന്ന രീതിയിൽ പെടുത്തി വെച്ചിരിക്കുകയാണ്, അതാക്കി എന്തൊക്കെയാണ് ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്ത് വെള്ളരിക്കപ്പെടണോ? ഒരു വ്യക്തിക്ക് അത്രയ്ക്കും ചിന്തിക്കാനായിട്ടുള്ള ഒരു ബോധവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയായി ആരതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ സ്വന്തം കാര്യം ഇങ്ങനെ നിൽക്കാൻ സാധിക്കത്തില്ലല്ലോ, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചതെന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും കൊള്ളാം. ഒരു കാര്യത്തിൽ ഞാൻ ആരതിയെ സമ്മതിക്കുന്നു, ഇത്രയൊക്കെ സിറ്റുവേഷൻ റോബിനെതിരെ ഇത്രത്തോളം ഒക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആ ഒരു തരത്തിൽ എന്താ പറയുക, വിഷയം ഏത് തരത്തിലായാലും റോബിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ആരതിയുടെ മനസ്സ്, അത് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ. കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ, അതിലൊന്നും തന്നെ മാനിപ്പുലേറ്റ് ആവാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണെന്ന രീതിയിൽ ആരതി പൊടിയെ സമ്മതിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.